എറണാകുളം നോർത്ത് മേൽപ്പാലം പൊളിച്ച് 4 വരിയാക്കാനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യമുയരുന്നു. പാലം പൊളിക്കുന്നതിന് മുൻപ് ഗതാഗത ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാൻ ജില്ലാ ഭരണകൂടം ഉടൻ യോഗം വിളിക്കും. ആശയുണ്ട്, ആശങ്കയും. നോർത്ത് മേൽപ്പാലം പൊളിച്ച് 4 വരിയാക്കാനുള്ള നടപടികളോട് കൊച്ചി പൊതുവിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. കൊച്ചിയുടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിലേക്കുള്ള നിർണായക ചുവടുവയ്പ്. കേന്ദ്ര സർക്കാർ ഇനിയും പച്ചക്കൊടി കാട്ടിയിട്ടില്ലെങ്കിലും മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്കുള്ള പ്രധാന നടപടി. പക്ഷേ സമാനമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ കൊച്ചി പേടിക്കുന്നുമുണ്ട്. പറഞ്ഞ സമയത്ത് പണി പൂർത്തിയായില്ലെങ്കിൽ, ഗതാഗത ക്രമീകരണം കാര്യക്ഷമമല്ലെങ്കിൽ കൊച്ചിയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം മറിയും. നല്ല കാര്യമാണ്. പിന്നെ മറ്റുള്ള റോഡ് ഇടറോഡിലൊക്കെ അതായത് നന്നാക്കിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇടറോഡിൽ പിന്നെ ബ്ലോക്ക് കൂടും എല്ലാ വഴി കഴിയുമ്പോഴേക്കും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പാലം പൊളിച്ച് വീതി കൂട്ടി 4 വരി ആകുമ്പോൾ തീർച്ചയായും എറണാകുളത്തെ കച്ചവടം ഇപ്പോൾ ഉള്ള കച്ചവടത്തേക്കാൾ കൂടുതൽ ഇരട്ടിക്കുകയും ആളുകൾക്ക് കൂടുതലായിട്ട് എറണാകുളത്തേക്ക് വന്നു പോകാനുള്ള സൗകര്യവും ഉണ്ടാവും. തീർച്ചയായും അതിന് വ്യാപാരി വ്യവസായ സമിതി ഈ പാലം പൊളിക്കുന്നതിൽ യാതൊരുവിധ തർക്കങ്ങളോ ഒന്നുമില്ല. പകരം സംവിധാനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാവൂ എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. നോർത്ത് പാലം വഴിയടയ്ക്കുന്നതിന് മുമ്പ് ഗതാഗതം തിരിച്ചുവിടേണ്ട റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണം. അല്ലെങ്കിൽ കൊച്ചിയുടെ മുക്കിലും മൂലയിലും ഗതാഗതം കുരുങ്ങും. മഴക്കാലമാണ് വരുന്നത്. ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവണമെന്നില്ല. സ്കൂൾ തുറക്കുന്നതോടെ തിരക്കും കൂടും. പാലം പൊളിച്ച് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ജനങ്ങളെയും വ്യാപാരികളെയും ബോധ്യപ്പെടുത്താനും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടികളുണ്ടാകണം. അങ്ങനെയെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ കൊച്ചിയുടെ കുരുക്കഴിക്കാനുള്ള നടപടികൾ ധൈര്യമായി തുടങ്ങാം. മനോരമ ന്യൂസ്, കൊച്ചി.